ആര് പോകാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞ എന്റെ മൈൻഡിൽ അതാണ്. ആര് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ച വീക്കെൻഡിൽ ആരാണ് എവിക്റ്റായി പോകുന്നത്? ഷാനവാസ് എന്നുള്ളൊരു സംസാരം നടക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് വരാം. അത് വേറെ ആരുമല്ല, പുറത്തുള്ള ആരുമല്ല സംസാരിക്കുന്ന, ഹൗസിന്റെ അകത്തുള്ളവർ തന്നെ ഷാനവാസ് ആണ് എവിക്റ്റായി പോകുന്നത്, ഈ ആഴ്ച പോകുന്നത് എന്നുള്ളൊരു സംസാരമൊക്കെ ഉണ്ട്. അതിലോട്ട് വരാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം ആര് ഈ ആഴ്ച പോകണം? എന്റെ ആഗ്രഹപ്രകാരം നെവിനോ, ആദിലയോ, അക്ബറോ, ഇവർ മൂന്നുപേരിൽ ആരെങ്കിലും പോകണം. മിക്കവാറും ചിലപ്പോൾ ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ ഇനി ഡബിൾ എവിക്ഷനും വെച്ചിട്ട് ഇടയ്ക്ക് മിഡ് വീക്ക് എവിക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പറഞ്ഞുകൂടെ. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, 9 ദിവസം എങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചടപടയെന്ന് പറഞ്ഞ് തീർക്കും. അടുത്ത ആഴ്ച എല്ലാത്തിനും പറഞ്ഞു വിട്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പും കൊടുത്തിട്ട് ഈ പരിപാടി വെച്ച് നിർത്തണം. സത്യം പറഞ്ഞാൽ ഇമോഷണലി നമ്മൾ തന്നെ അറിയാണ്ട് ഇതിന്റെ അകത്ത് കണക്ട് ആയി പോയത്. ഈ പരിപാടി 100 ദിവസത്തിൽ നിർത്തിയത് വളരെ നന്നായി. അല്ലെങ്കിൽ നമ്മളല്ലേ ഇമോഷണലി പ്രാന്തായ. സീരിയസ്ലി ഞാനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആയിരിക്കുകയാണ്. ഇത് എന്തുപാട് ഇത് കോപ്പ് എന്നുള്ള രീതിയിലായി. നമ്മൾ ഇമോഷണലി നമുക്ക് ചില സാഹചര്യങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ഈ 2 എണ്ണം പടപ്പിക്കാന്ന് നമുക്ക് തോന്നും. ആ രീതിയിൽ നമ്മൾ അത്രയും കണക്ട് ആയിപ്പോയി. പെട്ടെന്ന് ഈ പരിപാടി തീരുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പരിപാടി 3 മാസത്തിൽ നിർത്താണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് 1 വർഷം മൊത്തം ആക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി വെള്ളം കുടിക്കുന്ന അവസ്ഥയിൽ പോകും. നമ്മുടെ പരിപാടികളെല്ലാം ഗതാഗുതയാകും. കാരണം അമ്മാതിരി രീതിയിലാണ് അഡിക്റ്റ് ആയി പോകുന്നത് ചില സാഹചര്യങ്ങളിൽ. അത് ഓരോ വിഷയം വരുമ്പോൾ നമ്മൾ ഇമോഷണലി എത്രത്തോളം കണക്ട് ആകുന്നുണ്ട്, ഒരാളുടെ ഭാഗത്തുള്ള ന്യായവും മറ്റൊരാളുടെ ഭാഗത്തുള്ള അന്യായവും ഒക്കെ നമ്മൾ എടുത്ത് പറഞ്ഞ് നമ്മൾ ഒരു വിഷയമായിട്ട് എത്രത്തോളം കണക്ട് ആവുന്നുണ്ടെന്ന് അപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ അടുത്തും പേഴ്സണലി ആൾക്കാർ പറയുന്നുണ്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നു ഈ ഒരു ഷോയുമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പേര്. ആലോചിച്ചപ്പോൾ ശരി തന്നെ, ഞാൻ ഇമോഷണലി കണക്ട് ആയിരിക്കുകയാണ്. അവിടെ കാണുന്ന കാട്ടവരാധങ്ങളെല്ലാം എനിക്ക് എന്റെ പേഴ്സണൽ കാര്യം പോലെ തോന്നി എടുത്തിട്ട് വലിച്ചീകരി ഒട്ടിക്കുകയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കപ്പും കൊടുത്ത് ഈ പരിപാടി തീരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഈ ആഴ്ച എവിക്ഷനിൽ ആര് പോകും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ ആരാണ് പോണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പക്ഷെ എന്റെ ഊഹത്തില് ആദിലയോ, നെവിനോ, അക്ബറോ, ഇവര് മൂന്നിൽ ആരെങ്കിലും ഒരാൾ പോകും. അല്ലെങ്കിൽ സാബുമാൻ, വാഴയായിട്ട് കിടക്കുന്ന വാഴപ്പിണ്ടിയായിട്ടുള്ള സാബുമാൻ. ഇതിൽ 4 പേരിൽ ആരെങ്കിലേ പോകത്തുള്ളൂ. വേറെ ആരും പോകാൻ ചാൻസ് ഇല്ല. ഇനി ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ ആദിലയും സാബുമാനും അക്ബറും ഇവർ മൂന്നിൽ ആരെങ്കിലേ പോകാൻ ചാൻസ് ഉള്ളൂ. ഷാനവാസ് പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ ഹൗസിന്റെ അകത്ത് അക്ബർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ട് നോക്കാം. ആര് പോകാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞ എന്റെ മൈൻഡിൽ അതാണ്. ആര് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന ആര് വേണമെങ്കിലും പോകാം. മേ ബി ഈ പറയുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല 4 പേര്, ഞാൻ പറഞ്ഞില്ല, അതുമല്ല ഓക്കെ, ഇവിടെ അക്ബർ പറയുന്നുണ്ട് ചിലപ്പോൾ ഷാനവാസിക്ക പോവാം എന്നും പറയുന്നുണ്ട്. ഷാനവാസിക്ക പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അക്ബർ പറഞ്ഞതുപോലെ എങ്ങാണ്ട് ഷാനവാസ് പുറത്താവൂടെ, ദൈവത്തിനറിയാം. അക്ബറെ കരുനാക്കാണ് എടുത്ത് വളച്ച്. നീയാണെങ്കിൽ ഓരോരുത്തരായിട്ട് അടിച്ചടിച്ചിട്ടോണ്ടിരിക്കുന്നത്. നീ മാൻട്രിക് എന്നാണ് വിളിപ്പേരിലിട്ട് നാട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നീ പോകണമില്ല, ബാക്കി നിന്റെ കൂടെ നിൽക്കുന്നവരും നിന്റെ അടുത്തിരിക്കുന്നവരെല്ലാം പോകുന്നുണ്ട്. അതുകൊണ്ട് കണക്ക് കൂട്ടൽ വെച്ചിട്ട് ഈ ആഴ്ച മിക്കവാറും ആദില പോകുന്നു തോന്നുന്നു. നിന്റെ അടുത്ത് ഇപ്പൊ അവളല്ലേ ഇരിക്കുന്നത്, ആദില പോകുന്നു തോന്നുന്നു. മറ്റുള്ള ടോപ്പ് 5 കയറിയതുകൊണ്ട് രക്ഷപ്പെട്ട്. പിന്നെ അതുപോലെ തന്നെ നൂറൊരു വാക്ക് പറയുന്നുണ്ട്. നമ്മളിവിടെ വിചാരിക്കുന്ന പോലെയല്ലേ പുറത്തുള്ള ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. വളരെ കറക്റ്റാണ്. നീയൊക്കെ വിചാരിക്കുന്നു നീയൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാർ, നീയൊക്കെയാണ് പുറത്ത് വലിയ സെറ്റപ്പിൽ ആഘോഷിക്കപ്പെടുന്നതെന്നാണ് നീയൊക്കെ വിചാരിക്കുന്നത്. നിനക്കൊക്കെ ഭയങ്കര പിന്തുണയും സപ്പോർട്ടും തന്ന് വാരി കോരി ഊട്ടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെന്നാണ് നീയൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നതെല്ലാം നേരെ തിരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. സീരിയസ്ലി പറയാമല്ലോ. എന്തായാലും പോട്ടെ, അർഹതപ്പെട്ടവര് കപ്പടിക്കട്ടെ, ബാക്കിയുള്ളവർ എവിക്റ്റ് ആവട്ടെ, എല്ലാവരും വീടുകളിൽ പോയി കിടന്ന സമയത്തിന് കാലത്ത് ഉറങ്ങാൻ സാധിക്കട്ടെ. ഇനി വേറൊരു പോള് കൊടുക്കാം. പോളെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം മുന്നേ സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പോളാണ്. ഈ സീസണിൽ ആര് കപ്പ് ഉയർത്തും, നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആർക്ക് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 35% അനുമോള്, 48% അനീഷ, അക്ബർ 5%, ഷാനവാസ് 11%, 2,34,000 വോട്ട് ആ ഒരു പോളില് ചെയ്തിട്ടുണ്ട്. അതില് അനീഷാണ് ടോപ്പിൽ നിൽക്കുന്നത്, 48%. അനുമോള് 35% ആണ്. ഇപ്പൊ 2ാം സ്ഥാനമാണ് ആ ഒരു പോളിംഗിൽ നിൽക്കുന്നത്. ഈ സീസണിൽ ആര് കപ്പ് ഉയർത്തും, അതായത് ആര് കപ്പടിക്കും എന്നുള്ളൊരു ചോദ്യത്തിനാണ് 35% വോട്ട് അനുമോൾക്കും 48% വോട്ട് അനീഷിനും. ഷാനവാസിനൊക്കെ വളരെ കുറവാണ്, 11%. അക്ബറിനൊക്കെ 5% ഉള്ളൂ. അങ്ങനെ ഇവിടെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് അനീഷ് കപ്പടിക്കോ അനുമോള് കപ്പടിക്കോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്നാൽ 2 ദിവസം മുന്നേ സമ്മർ മീഡിയയിൽ ഇതേ സെയിം പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത് 4 ദിവസമൊക്കെ. എന്നാൽ 2 ദിവസം മുന്നേ ഇട്ട പോളില് 2,42,000 വോട്ടുണ്ട്, മറ്റൊരു 2,34,000. ഇതിൽ ഉള്ള ആൾക്കാർ അനുമോള്, അനീഷ്, ആദില, സാബുമാൻ, നെവിൻ, അക്ബർ, ആ 4 പേർക്കുള്ള പേരൊറ്റ ഇതിലാക്കിയിട്ട് ഷാനവാസ് അതും കൊടുത്തിട്ടുണ്ട്.
ഈ 4 പേർക്കുള്ള പേര് കൊടുത്തിട്ട് കൂടി അതിൽ 6% ഉള്ളൂ. ഷാനവാസിന് സിംഗിൾ ആയിട്ട് നിന്നപ്പോൾ തന്നെ 9%, അനീഷിന് 36%. 2 ദിവസം മുന്നേ ഉള്ള പോളിൽ നേരെ തിരിഞ്ഞ് 49% അനുമോളനായി വോട്ട്. 2,42,000 വോട്ട് ആൾക്കാർ ഈ പോളിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വോട്ടല്ല വോട്ട്. കാരണം ഹോട്ട്സ്റ്റാറിൽ ഈ ആൾക്കാർ പോയി വോട്ട് ചെയ്യോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഹോട്ട്സ്റ്റാറിലെ വോട്ടാണല്ലോ വോട്ട്. ഈ വോട്ടല്ല, എന്നാൽ ജനങ്ങളുടെ ഒരു പൾസ് അറിയാൻ നമുക്ക് സാധിക്കും. അത് മാത്രമേ ഈ വോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ 4 ദിവസം മുന്നേ ഉള്ളതിൽ അനീഷിനാണ് സപ്പോർട്ടെങ്കിൽ 2 ദിവസം മുന്നേ ഉള്ള പോളില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോക്കാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഒരു വീക്കായിട്ട് അനുമോളെ വളഞ്ഞിട്ടെല്ലാം കൂടി ആക്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് അനുമോക്ക് സപ്പോർട്ട് കയറിയത്. ഷാനവാസിന് എന്തുകൊണ്ട് സപ്പോർട്ട് കുറഞ്ഞു? അന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലായ സമയത്ത് ഹൈപ്പിൽ ഷാനവാസിന് കയറിയെങ്കിലും തിരിച്ചു വന്നപ്പോൾ ആദില, നൂറ എല്ലാരും കൂടി വളഞ്ഞിട്ട് അനുമോൾ ആക്രമിച്ച സമയത്തും ഷാനവാസ് അവരുടെ ഒപ്പം നിന്നു. പക്ഷെ ആക്രമിച്ചൊന്നുമില്ല, അവരുടെ ഒപ്പം നിന്നു, അനുമോളെ കുറ്റപ്പെടുത്തി. എന്നാൽ അന്ന് സപ്പോർട്ടായിട്ട് അനുമോക്ക് ഉണ്ടായിരുന്നത് അനീഷ് മാത്രമാണ്. അതുകൊണ്ടാണ് അനീഷിന് ഒരു പെർസെന്റേജിൽ നിൽക്കുന്നത്, അത്യാവശ്യം സപ്പോർട്ട് ഉള്ളത്. പിന്നെ അല്ലാണ്ട് തന്നെ അനീഷിന് ഒരു ഫാൻ ബേസും കാര്യങ്ങളും ഉണ്ട്, അത് വേറെ സത്യം. ഓക്കെ, അങ്ങനെ ഇപ്പൊ നിലവിൽ പോളിംഗിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നിൽക്കുന്നതും അനുമോക്കാണ്. അനുമോളാണ് ജയിക്കാൻ സാധ്യത, കപ്പ് ഉയർത്താൻ സാധ്യത എന്നുള്ള രീതിയിലാണ്. ആ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും കപ്പ് അനുമോള് തന്നെ കൊണ്ടുപോകും. ഇനി വരുന്ന ആഴ്ചയിൽ അനുമോൾ എന്തെങ്കിലും കാട്ടാപ്പൾ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ തേഞ്ഞൊട്ടും, അല്ലാണ്ട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ കപ്പ് അനുമോള് തന്നെ അടിച്ചോണ്ട് പോകും. പിന്നെ അനീഷിന് നെഗറ്റീവ് വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു ഇഷ്ടം തുറന്നു പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. നമുക്കൊരാളെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് തുറന്നു പറയണം. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഷോയിൽ വന്നിട്ട് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. സീരിയസ്ലി പറയേണ്ട കാര്യമില്ലായിരുന്നു. അതും ഈ അവസാന ഘട്ടം എത്തിയപ്പോൾ അനീഷ് ഇങ്ങനെ ഒരു സാധനം ഇറക്കുമ്പോൾ അത് അനീഷിന്റെ സ്ട്രാറ്റജി ആണോ എന്നും ആൾക്കാർക്ക് തോന്നിപ്പോകും. കേട്ടോ, അത് വേറൊരു സത്യം. അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കമന്റ്സും വരുന്നുണ്ട്. അനീഷിന്റെ ഉടായിപ്പാണോ, ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണോ എന്നുള്ള രീതിയിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ അനീഷ് പ്രപ്പോസ് ചെയ്തു, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അനുമോളുടെ അഭിപ്രായമാണ്. അവൾക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം, വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ അവള് ആ സ്പോട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവൾക്ക് കുറച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവൾ വേണ്ടെന്നും പറഞ്ഞില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അനീഷിനെ വിഷമിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഒറ്റയടിക്ക് റിജക്ട് ചെയ്ത് ആ ഒരു സുഹൃത്ബന്ധം പോലും ഇല്ലാണ്ടാക്കണ്ടെന്ന് ചിന്തിച്ചിട്ടായിരിക്കും അനുമോൾ നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തത്. പക്ഷെ നൈസായിട്ട് അനുമോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനീഷ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് അവിടെ ഇരുന്നത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും കാണിക്കുക. നിനക്ക് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത് അനുമോളുടെ തീരുമാനമാണ്. പക്ഷെ ആ തീരുമാനം പോലും കേൾക്കാണ്ട്, അവൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാണ്ട് നീ എണീറ്റ് പോയത് എനിക്ക് യോജിപ്പില്ല. അതൊരു മാന്യതക്കേടായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഓക്കെ, നീ നിന്റെ ഇഷ്ടം പറഞ്ഞു, അവൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണ്ടേ? അത് അവൾ പറയുന്നത് കേൾക്കണ്ടേ? അപ്പൊ നിനക്ക് നിന്റെ ആഗ്രഹങ്ങളും നിന്റെ ഇഷ്ടങ്ങളും മാത്രം നടന്നാൽ മതി. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥയോ അവരുടെ ആ ഒരു മനസ്സെന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ പോകുന്നത് ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോള് ആദിലെടുത്ത് ഷെയർ ചെയ്തത് മോശമായി പോയി, വേണ്ടയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണ്ട, പ്രത്യേകിച്ച് ആദില ഒരു കുത്തിത്തിരിപ്പ് ടീമാണ്. പിന്നെ ഇതിനി അതിന്റെ അകത്ത് ചർച്ചയെ ആകെ മൊത്തം കുളമാവും എന്നുള്ള കാര്യം വാസ്തവമാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് അനുമോൾ അനീഷിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്ന പോലുമില്ല. അനീഷ് വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യുന്ന അനുമോൾ ചിന്തിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നാൽ അനുമോൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാണ്ട് അനീഷ് എണീറ്റ് പോവുകയും ചെയ്തപ്പോൾ ആ ഒരു ഇതിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അനുമോള് അതിലെടുത്ത് ഷെയർ ചെയ്തതെന്നാണ് എന്റെ അടുത്ത് ഒരാൾ പറയുന്നത്. ഓക്കെ, ഒരു പെണ്ണാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് തന്നെ കഴിയും. ഓക്കെ, അവര് ആ ഒരു രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ഓക്കെ, വോട്ടവർ അതങ്ങനെ പോയി. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അനീഷ് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പാടില്ലായിരുന്നു. അത് മോശമായിരുന്നു. മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മോശമായിരുന്നു. അറ്റ്ലീസ്റ്റ് അത് ഇരുന്ന് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കുക. പിന്നെ ഈ അവസാന ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വേണമായിരുന്നു. എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നി. എന്തിനാണ് ഈ അവസാന ഘട്ടത്തിൽ ഇത്രയും ദിവസം പ്രപ്പോസ് ചെയ്യാൻ പറ്റിയില്ല? ഇപ്പൊ അവസാനം കൊണ്ടിട്ടൊരു പ്രപ്പോസൽ, അത് പേഴ്സണലി എനിക്ക് ഒരു രീതിയിലും ഡൈജസ്റ്റ് ആയില്ല, യോജിപ്പുമില്ല, വേണ്ടായിരുന്നു. അങ്ങനെ നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഫാമിലി പരമായിട്ടൊക്കെ അപ്രോച്ച് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ പുറത്തിറങ്ങിയതിനു ശേഷം പ്രപ്പോസ് ചെയ്യാമായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ഈ അവസാന ഘട്ടത്തിൽ കൊണ്ടിടുമ്പോൾ ഇതെന്തോ ഒരു ഉടായ്പ മണക്കുന്നു, അങ്ങനെ ഒരു തോന്നൽ എനിക്കും തോന്നി. ഓക്കെ, വേണ്ടായിരുന്നു. ഇനി അനുമോളെ മെന്റലി തളർത്താനുള്ള ഒരു പരിപാടിയാണോ അന്വേഷിച്ച് കാണിച്ചതെന്ന് അറിയില്ല. കാരണം ഇപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് അനുമോൾ മാറിയ സമയത്ത് ഇനി മെന്റലി കൊണ്ട് തളർത്താൻ വേണ്ടിയിട്ട് കാണിച്ചാണെന്ന് അറിയില്ല. നമുക്ക് ഒരാളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ചൂന്ന് നോക്കി അറിയാൻ പറ്റത്തില്ല. അത് അവരായിട്ട് തന്നെ
പ്രവൃത്തിയിലൂടെ കാണിക്കുമ്പോഴേ നമുക്കത് ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം, വെയിറ്റ് ആൻഡ് വാച്ച് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ എന്തായാലും വീക്കെൻഡിലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നിന്ന് എന്തായാലും ഷൂട്ടിംഗ് കഴിഞ്ഞാണ്, ചിലപ്പോൾ തുടങ്ങി കാണും, വോട്ടവർ. എന്തായാലും ആരെങ്കിലുമൊക്കെ അർഹതപ്പെട്ടവർ എവിക്റ്റായി പുറത്തു പോട്ടെ. പുറത്തു പോയതിനു ശേഷം നല്ല നല്ല ആൾക്കാർ കപ്പടിക്കട്ടെ. എന്റെ ആഗ്രഹം ഞാൻ ഇപ്പോഴും പറയാം, അനുമോള് കപ്പടിക്കണമെന്ന് തന്നെയാണ്. വേറെ ആരും അവിടെ കപ്പടിക്കാൻ കിടക്കണം. അനീഷും യോഗ്യതയുണ്ട്, ഷാനവാസിനും ഉണ്ട്. എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അനുമോള് കപ്പടിക്കട്ടെ, അർഹതപ്പെട്ടവളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആണ്. ബൈ.